കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിലെത്തിയ സാന്ദ്രയെ യാത്രയാക്കാനായി എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. എല്ലാവരോടുമായി യാത്ര പറഞ്ഞ് നടന്നു നീങ്ങിയ സാന്ദ്ര കാറിനടുത്ത് എത്തിയതിനു ശേഷം സുധീഷിനെ തന്റെ അരികിലേക്ക് വിളിക്കുന്നുണ്ട്. സുധീഷ് സാന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ കല്യാണം എങ്ങനെയാ നടന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയൊക്കെ ആയിട്ടും അവൾ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കിവിടെ 1 മണിക്കൂർ പോലും തികച്ചു നിൽക്കാനാവില്ല. അവൾ എന്തിനു ഇതൊക്കെ സഹിച്ച് ഇവിടെ ജീവിക്കണം? അവൾ എങ്ങനെയുള്ള സ്ഥലത്താണ് ജീവിച്ചതെന്നൊക്കെ സുധീഷിന്റെ വീട്ടുകാർക്ക് അറിയില്ലായിരിക്കും. പക്ഷേ സുധീഷിനറിയാലോ അവൾക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോഴേക്കും എന്താ ഏട്ടത്തി എന്നും ചോദിച്ച് നിധി അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, നീ ഈ വീട് മാറുന്ന കാര്യം എൻ്റെ കൂട്ടുകാരിയെ ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞോളാം, നീ പെട്ടെന്ന് അങ്ങോട്ട് മാറാൻ നോക്ക് എന്ന് സാന്ദ്ര പറയുമ്പോൾ ടെൻഷനോടെ സുധീഷ് നിധിയെ തന്നെ നോക്കുന്നുണ്ട്. നീ ആലോചിച്ചിട്ട് പറ, ഞാൻ പോവാ എന്നും പറഞ്ഞ് സാന്ദ്ര കാറിൽ കയറി പോകുന്നുണ്ട്. സുധീഷും നിധിയോടായി നിധി വേറൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. രാത്രിയാകുമ്പോൾ ഉറക്കം വരാതെ ടെൻഷനോടെ എന്തൊക്കെയോ ആലോചിച്ച് കിടക്കാണ് സുധീഷും കൂട്ടരും. നിധിയുടെ ഏട്ടത്തിക്കും നിധിയെ പോലെ നല്ല സ്വഭാവമല്ലേ എന്ന് സുഭാഷ് പറയുമ്പോൾ അവളുടെ വീട്ടിലെ എല്ലാവരും നല്ല സ്വഭാവക്കാരാ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഓഹോ, ഇപ്പോൾ അവരൊക്കെ നല്ലവരായോ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസം ഏട്ടത്തിയുടെ ഏട്ടൻ ആൾക്കാരെയും കൂട്ടി വന്ന് നമ്മളെ തല്ലിയതൊന്നും ഞാൻ മറന്നിട്ടില്ല. പിന്നെ ഏട്ടത്തിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയ സമയത്ത് ഐറ്റമുള്ളവരെ പോലെ എന്നെ ഗേറ്റിന് വെളിയിലാണ് നിർത്തിയത്. ഏട്ടത്തി നല്ലത് തന്നെയാ, അല്ലാതെ എല്ലാവരെയും കൂട്ടി പറയണ്ട എന്ന് നികേഷും പറയുന്നുണ്ട്. അങ്ങനല്ല നികേഷേ, നമുക്കൊരു പെങ്ങളുണ്ടായി, അവളും ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാവും പ്രതികരിക്കുക എന്ന് സുഭാഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും അതേ സുഭാഷ് ഏട്ടാ, നിധിയുടെ ഏട്ടത്തി എന്നെ കാറിനടുത്തേക്ക് വിളിപ്പിച്ച് എന്താ പറഞ്ഞതെന്നറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ നിന്നോട് ചോദിക്കാനിരിക്കായിരുന്നു, എന്താ പറഞ്ഞേ എന്ന് സുഭാഷും ചോദിക്കുകയാണ്. അവൾ അവളുടെ വീട്ടിൽ എന്ത് നല്ല രീതിയിലാണ് ജീവിച്ചേ, ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട കാര്യം എന്താ എന്നൊക്കെയാണ് അവരെന്നോട് ചോദിച്ചത്. പെട്ടെന്ന് അവരെന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ആകെ വല്ലാണ്ടായി എന്ന് സുധീഷ് പറയുമ്പോൾ അവർ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ബാത്റൂമിലേക്ക് പോയതായി എല്ലാം കുഴപ്പമായത്, അതും അച്ഛൻ പോയതിനു പിന്നാലെ എന്ന് നികേഷ് പറയുമ്പോൾ അയ്യോ എന്നും പറഞ്ഞ് സുഭാഷ് തലയിൽ കൈവയ്ക്കുന്നുണ്ട്. ഏയ്, അങ്ങനെ പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ക്ലീൻ ചെയ്യാൻ കയറിയതല്ലേ, മണമോ വൃത്തികേടോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്നാലും നിനക്കതൊന്നും ശ്രദ്ധിക്കായിരുന്നില്ലേ എന്ന് സുഭാഷ് പറയുമ്പോൾ എല്ലായിടവും വൃത്തിയാക്കിയതായേട്ടാ, പക്ഷേ ബാത്റൂം മാത്രം മറന്നുപോയി എന്ന് നികേഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷും എഴുന്നേറ്റിരുന്ന് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ഏട്ടത്തി ഇത്രയും കാലവും ജീവിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇത് തൊഴുത്തിനേക്കാൾ കഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാടാ ഞാനും ആലോചിച്ചേ, സ്വന്തമായ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെയായി സൗകര്യങ്ങളോടെ ജീവിച്ചവൾ ഇവിടെ വന്ന് ഇങ്ങനെയൊരു വീടും പബ്ലിക് ടോയ്ലറ്റ് പോലെയുള്ള ഒരു ബാത്റൂമും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്ക് എന്തായാലും വിഷമമുണ്ടാവില്ലേ, സ്വാഭാവികം എന്ന് സുധീഷും പറയുന്നുണ്ട്. നമ്മുടെ സ്വാർത്ഥത കൊണ്ട് ഇവിടുന്ന് പോകരുതെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ ഒരു പെൺകുട്ടിക്ക് ജീവിക്കാനുള്ള ഒരു സൗകര്യവും ഇവിടെ ഇല്ലാന്ന് നമ്മൾ ചിന്തിച്ചില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ ശരിയാ, ഏട്ടത്തി ഇവിടെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നികേഷും പറയുന്നുണ്ട്. ഏട്ടത്തിയോട് ഇവിടുന്ന് പോകണ്ടെന്ന് ഞാനും പറഞ്ഞതാ, പക്ഷേ ഇപ്പോൾ തോന്നുന്നു അത് വേണ്ടിയിരുന്നില്ലാന്ന്. വേറെ കുറച്ചുകൂടി സൗകര്യമുള്ള എവിടെയെങ്കിലും താമസിക്കാനുള്ള സൗകര്യം റെഡിയാക്കിയാൽ മതിയായിരുന്നു എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും എന്താ മതി നിർത്ത്, നിധി ഇവിടുന്ന് പോകുന്ന കാര്യമൊന്നും ആരും ആലോചിക്കേ വേണ്ട. ഇതിപ്പോൾ എന്നെ അവൾ പിരിക്കാൻ നോക്കുന്നത് പോലെയാണല്ലോ സംസാരം. അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന കാര്യമല്ല ചിന്തിക്കേണ്ടത്, ഇവിടെ എങ്ങനെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാം എന്നാ ചിന്തിക്കേണ്ടേ എന്ന് സുധീഷും പറയുന്നുണ്ട്. നിധി ഇതുവരെ ഒരു പരാതിയും പറയാത്തത് കൊണ്ട് അവൾ എല്ലാ കാര്യത്തിലും ഓക്കെയാണെന്ന് നമ്മളും കരുതി. പാവം, അവൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു എന്നും പറഞ്ഞ് സുഭാഷും കൂട്ടരും ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. സുധീഷും സാന്ദ്ര നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ഓർത്തെടുക്കുന്നുണ്ട്. പിന്നീട് രാവിലെ ആകുമ്പോഴേക്കും മുറ്റത്തിരുന്ന് പല്ല് തേക്കാണ് ഹരീഷും നികേഷും. സുഭാഷും തൊട്ടടുത്ത് നിന്ന് അലക്കാനുള്ള തുണികളൊക്കെ എടുത്തു വയ്ക്കുന്നുണ്ട്. ഹരീഷിൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും ചില്ലറ കിട്ടുമ്പോൾ ഇങ്ങനെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ചില്ലറ ഇടരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഹരീഷെ, അലക്കുമ്പോൾ തുണിയും കൂടി കീറിപ്പോവും എന്ന് പറയുമ്പോഴേക്കും സുധീഷും മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവൻ നികേഷിനോടായി എന്താണ് പല്ല് തേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, കുളിക്കുക, സുഭാഷ് ഏട്ടൻ എന്താ കഞ്ഞി കുടിക്കുക, ഹരീഷ് ഏട്ടൻ വ്യായാമം ചെയ്യുക എന്ന് സുധീഷിനെ കളിയാക്കിക്കൊണ്ട് പറയുമ്പോൾ നിന്നോട് ചോദിച്ച എന്നെ വേണം പറയാൻ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് സുഭാഷിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു പഴയ ബ്രഷ് ഹോൾഡറിൽ ബ്രഷ് വെച്ചത് കണ്ട് അതിൽ നിന്നൊരു ബ്രഷ് എടുത്ത് എൻ്റെ സുഭാഷ് ഏട്ടാ, ഈ ബ്രഷിന് എത്ര കാലം ഉപയോഗിക്കും, ദേ നോക്ക് ചെമ്പരത്തി പൂ പോലെ വിരിഞ്ഞു പോയി, അതിന് പറ്റിയൊരു സ്റ്റാൻഡും എന്നും പറഞ്ഞ് സുധീഷ് ആ ബ്രഷ് ഹോൾഡർ എടുത്ത് ദൂരേക്ക് എറിയുന്നുണ്ട്. സുഭാഷ് പെട്ടെന്ന് അത് പോയി എടുത്തുകൊണ്ടുവന്ന് എടാ കളയല്ലേടാ, കളയാൻ എളുപ്പാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. എച്ചിത്തരം കാണിക്കല്ലേ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് പറയുമ്പോൾ എച്ചിത്തരം അല്ലടാ, ഇപ്പോൾ ബ്രഷ് ഈ സ്റ്റാൻഡിൽ വെച്ചാലും നിൽക്കും, ഇനി പുതിയത് വാങ്ങാൻ എനിക്കിപ്പോൾ പറ്റാത്തോണ്ടാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അയ്യേ, ഒരു 10 രൂപ കൊടുത്താൽ അത് കിട്ടില്ലേ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് പറയുമ്പോൾ എന്നാൽ ഇങ്ങേർക്ക് വരുമ്പോൾ വാങ്ങിച്ചിട്ട് വന്നൂടായിരുന്നോ എന്ന് ഹരീഷും പറയുന്നുണ്ട്. ആ ചെറുക്ക, നിന്നോട് ഇപ്പം ആരെങ്കിലും സംസാരിച്ചോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ കേട്ടതിൻ്റെ ന്യായം ആർക്കും പറയാം എന്ന് ഹരീഷും പറയുന്നുണ്ട്. മതി മതി
ഇനി ആദ്യം പിടിച്ചു തൂങ്ങണ്ട എന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് സുഭാഷിനോടായി സുഭാഷ് ഏട്ടനൊരു കാര്യം അറിയോ, ഞാൻ ഇന്നലെ രാത്രി ഒരു പോള കണ്ണടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയാ, ഞാനും ഉറങ്ങിയിട്ടില്ല, ഭയങ്കര കൊതുകായിരുന്നു എന്ന് ഹരീഷ് പറയുമ്പോൾ എന്നിട്ട് പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നല്ലോ എന്ന് സുധീഷും പറയുന്നുണ്ട്. കണ്ണടിച്ച് കിടന്നാ ഉറക്കാവോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ എന്നിട്ട് സുഖമായി കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് സുധീഷ് ഹരീഷിനോടായി പറഞ്ഞുകൊണ്ട് പേസ്റ്റ് ഞെക്കുമ്പോഴേക്കും പേസ്റ്റ് മുഴുവൻ താഴേക്ക് പോകുന്നുണ്ട്. അയ്യോ അതൊക്കെ താഴേക്ക് പോയല്ലോടാ എന്ന് സുഭാഷ് പറയുമ്പോൾ പേസ്റ്റ് എന്ന് പറയാൻ ഇതിലെന്താ ഉള്ളത് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഇല്ലെന്നോ, ഇതിലോ, നീ അതിങ്ങോട്ട് താ എന്നും പറഞ്ഞ് സുഭാഷ് ആ പേസ്റ്റ് എടുത്ത് ഒരു കല്ലിൽ വെച്ച് അമർത്തുമ്പോഴേക്കും അതിൽ നിന്നും പേസ്റ്റ് വരുന്നുണ്ട്. കണ്ടോ, ഇനിയും 2 ദിവസം ഉപയോഗിക്കാം എന്നും പറഞ്ഞ് സുഭാഷ് പേസ്റ്റ് നികേഷിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇനിയും 2 ദിവസോ ഇതോ എന്നും പറഞ്ഞ് നികേഷ് ആ പേസ്റ്റ് ദൂരേക്ക് വലിച്ചെറിയാണ്. സുഭാഷ് ഏട്ടൻ ഇതിന്റെ അവസാന ശ്വാസം വരെ ഊറ്റിയെടുത്തു, ഇനി നമുക്ക് പുതിയത് വാങ്ങാം എന്ന് നികേഷ് പറയുമ്പോൾ എടാ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് എന്ന് സുഭാഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും ഞാൻ ഇന്നലെ ഉറങ്ങാത്തതിന്റെ കാരണം എന്താണെന്ന് ആരും ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ശരിയാ, എന്താ കാര്യം എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ഓ, അപ്പൊ യഥാർത്ഥ കഥ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, അപ്പൊ ശരി ഞാൻ പോവാ എന്ന് പറഞ്ഞ് ഹരീഷ് ഉമ്മറത്തേക്ക് കയറാൻ പോകുമ്പോഴേക്കും ഹരീഷെ നിക്ക്, നീയും കൂടി കേൾക്കേണ്ട കാര്യ എന്ന് സുധീഷ് പറയുന്നുണ്ട്. ഹരീഷ് വീണ്ടും അവരുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും നമുക്കൊരു ബാത്റൂം കൂടി പണിതാലോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ബാത്റൂമോ ഇനിയോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അതെ, ഇന്നലെ അവളുടെ ഏട്ടത്തി വന്നപ്പോൾ ഉണ്ടായ സംഭവം നമുക്കറിയാലോ, ഇനി അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് സുധീഷ് പറയുമ്പോൾ അതിന് ഇനി അവർ ഇങ്ങോട്ട് വരുമോ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. എന്താ സുഭാഷായിട്ടാ ഇത്, ഇനിയിപ്പോൾ അവർ വന്നില്ലെങ്കിലും നിധിക്ക് വേണ്ടി നമുക്കതെങ്കിലും ചെയ്യണ്ടേ, ടൈലൊക്കെ ഇട്ട് യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ വെച്ച് നല്ലൊരു ക്ലീൻ ബാത്റൂം നിധിക്കായി മാത്രം, അവളുടെ ഹൈജീൻ കൂടി നമ്മൾ നോക്കണല്ലോ, കാശ് എത്രയായാലും ഞാൻ നോക്കിക്കോളാം എന്ന് സുധീഷ് പറയുമ്പോൾ കാശോ സുധീഷ് ഏട്ടനോ എന്ന് ഹരീഷും പറയുന്നുണ്ട്. എടാ നീ ഇതിനിടെ കയറി ഓരോ അഭിപ്രായം പറയല്ലേ എന്ന് അവനെ താക്കീത് ചെയ്തുകൊണ്ട് അവക്കായി ഒരു എക്സ്ക്ലൂസീവ് ബാത്റൂം അവൾക്ക് മാത്രം യൂസ് ചെയ്യാൻ എന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷും എന്തോ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ഇനി ഒന്നും ആലോചിക്കേണ്ട, കല്ലോ മണലോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇറക്കിത്തരാം, സുഭാഷ് ഏട്ടനൊന്ന് പണിത് തന്നാൽ മതി എന്ന് സുധീഷ് പറയുമ്പോൾ അതല്ലടാ വല്യച്ഛൻ ഈ വീടൊന്ന് പെയിന്റ് അടിക്കാൻ വരെ സമ്മതിക്കാറില്ല, ഇതിപ്പോ പുതിയ ബാത്റൂം പണിയാന്നൊക്കെ പറഞ്ഞ എന്ന് സുഭാഷ് പറയുമ്പോൾ അവരോടൊക്കെ പോയി പണി നോക്കാൻ പറ സുഭാഷ് ഏട്ടാ, എത്ര കാലം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എല്ലാവരെയും പേടിച്ചിരിക്കുന്നത് എന്ന് സുധീഷ് പറയുമ്പോൾ അത് ശരിയാ സുഭാഷ് ഏട്ടാ, ആദ്യമായിട്ടാ സുധീഷ് ഏട്ടന്റെ ഭാഗത്തുനിന്ന് കൊള്ളാവുന്ന ഒരു അഭിപ്രായം പറയുന്നത്, നമുക്കൊരു ബാത്റൂം ഉണ്ടാക്കാം എന്ന് ഹരീഷും പറയുന്നുണ്ട്. എന്നാലേ ഞാനൊരു സജഷൻ പറയട്ടെ, താഴെ ബാത്റൂമിനടുത്ത് ഒരു ചെറിയ മുറിയിലെ ഞാൻ പണി സാധനങ്ങളൊക്കെ വെക്കുന്നത്, അത് നമുക്ക് ബാത്റൂം ആക്കി എടുത്താലോ, ടൈലൊക്കെ വെച്ച് പുതിയൊരു ക്ലീൻ ബാത്റൂം എന്താ പോരെ, അതാവുമ്പോൾ വാട്ടർ കണക്ഷൻ എടുക്കാനും എളുപ്പ എന്ന് സുഭാഷ് പറയുമ്പോൾ അത് മതി ഓക്കെ എന്നെല്ലാവരും സമ്മതിക്കുമ്പോഴേക്കും നികേഷും ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് മുറിയിലേക്ക് ഓടുന്നുണ്ട്. അവൻ കട്ടിലിനടിയിൽ വെച്ചിരിക്കുന്ന ഒരു പഴയ പെട്ടി വലിച്ചെടുത്ത് അതിൽ നിന്ന് കുറച്ച് നോട്ടുകൾ എടുത്ത് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതാ ബാത്റൂം ഉണ്ടാക്കാൻ എൻ്റെ വക കോൺട്രിബ്യൂഷൻ എന്നവൻ പറയുമ്പോൾ നിന്റെ കയ്യിൽ എവിടുന്നാടാ കാശ് എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. പോക്കറ്റ് മണി തന്നതൊക്കെ ഞാൻ കുറേശ്ശായി കൂട്ടി വെച്ചതാ എന്നവൻ പറയുമ്പോൾ അതെന്തായാലും വേണ്ട, നീ കൂട്ടി വെച്ചതല്ലേ എന്ന് സുഭാഷ് പറയുമ്പോൾ അത് സാരമില്ല, ഏട്ടത്തിക്ക് വേണ്ടിയല്ലേ എന്ന് നികേഷും പറയുന്നുണ്ട്. നീ ആട ചക്കരെ യഥാർത്ഥ അനിയൻ എന്നും പറഞ്ഞ് സുധീഷ് അവനെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും നിധിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്താ സുഭാഷ് ഏട്ടാ കാര്യം, കുറെ നേരം ആയാലോ എല്ലാരും കൂടെ എന്ന് നിധി ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല മോളെ എന്ന് സുഭാഷും പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ എല്ലാം പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഞാൻ പോവാ എന്നും പറഞ്ഞ് ഹരീഷും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും പുറത്തേക്ക് ഇറങ്ങി വന്ന് സുഭാഷ് ഏട്ടാ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോളെ, ഞങ്ങൾ ഇവിടെ വരുത്തേണ്ട ചില മാറ്റങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കായിരുന്നു എന്ന് സുഭാഷും പറയുന്നുണ്ട്. എന്ത് മാറ്റങ്ങൾ എന്ന് നിധി ചോദിക്കുമ്പോൾ അതങ്ങനൊന്നുമില്ല മോളെ എന്ന് സുഭാഷ് പറയുമ്പോൾ ഞങ്ങൾ ഏട്ടത്തിക്ക് വേണ്ടി ഒരു ബാത്റൂം പണിയുന്ന കാര്യം പറയായിരുന്നു എന്ന് നികേഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും അകത്തുനിന്ന് ഹരീഷ് സുഭാഷ് ഏട്ടാ വിളിക്കുന്നത് കേട്ട് സുഭാഷും അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. നികേഷും സുഭാഷ് ഏട്ടാ ഇതാ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്നും പറഞ്ഞ് സുഭാഷിന്റെ പുറകെ തന്നെ പോവാണ്. നിധി സുധീഷിന്റെ അടുത്തേക്ക് വന്ന് എന്താ ഇത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല നിധി എന്ന് സുധീഷും പറയുന്നുണ്ട്. ഇന്നലെ ഏട്ടത്തി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അതൊന്നുമല്ല, നിധിയോട് ഇവിടെ താമസിക്കാൻ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, പക്ഷേ നിധിക്ക് വേണ്ടി മിനിമം സൗകര്യങ്ങളെങ്കിലും ഒരുക്കാൻ ഞങ്ങൾ ഓർത്തില്ല, സോറി എന്നവൻ പറയുമ്പോൾ എനിക്കതിലൊരു കുഴപ്പമില്ല എന്ന് നിധി പറയുമ്പോൾ അത് ഞങ്ങൾക്കറിയാം, എന്നാലും ഞങ്ങൾ നോക്കേണ്ട ചില കാര്യങ്ങളില്ലേ, അത് ഇനിയും നോക്കാതിരുന്നാൽ ശരിയാവില്ല നിധി, താൻ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് സുധീഷ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് ഹരീഷ് തന്റെ മെക്കാനിക്കൽ ഷോപ്പിൽ എത്തുമ്പോഴേക്കും ആഹാ ആശ വന്നല്ലോ, എങ്ങോട്ട് പോയതാ എന്ന് ചന്തു ചോദിക്കുന്നുണ്ട്. ഒരു വണ്ടി നോക്കാനുണ്ടായിരുന്നു മലയൻകീഴിൽ എന്ന് ഹരീഷ് പറയുമ്പോൾ ഓ അതൊത്തിരി ദൂരാണല്ലോ എന്ന് ചന്തുവും പറയുന്നുണ്ട്. വരുമ്പോൾ ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേ എന്ന് ടിറ്റോ ചോദിക്കുമ്പോൾ മലയൻകീഴ് എന്താ ഗൾഫാണോ, വരുമ്പോൾ ചോക്ലേറ്റും സ്പ്രേയും ഒക്കെ കൊണ്ടുവരാൻ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ രാവിലെ മുതൽ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ പണിയെടുക്കുന്നതാ, അതുകൊണ്ട് വല്ലതും കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാ ചോദിച്ചേ എന്ന് ടിറ്റോ പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പണിയെടുക്കുന്ന ഒരാളെ നോക്ക് എന്ന് ഹരീഷും പറയുന്നുണ്ട്. ഇന്ന് ടിറ്റോയോട് പറഞ്ഞുകൊണ്ട് ചന്തുവിനോടായി എടാ നമ്മുടെ ഷാനുക്കയുടെ വണ്ടി കൊടുത്തോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്.
അത് രാവിലെ തന്നെ കൊടുത്തു ഹരീഷേട്ടാ. ക്യാഷ് ഓണറുടെ അക്കൗണ്ടിലേക്ക് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് ടിറ്റോവും അതെ ഈ വണ്ടിയുടെ എഞ്ചിൻ ഭാഗത്തുനിന്ന് എന്തൊരു സൗണ്ട് ഒന്ന് നോക്കിയേ എന്ന് പറഞ്ഞ് ഹരീഷിനെ വിളിക്കുന്നുണ്ട്. ഹരീഷ് വണ്ടിയുടെ അടുത്ത് ചെന്നിരുന്ന് വേറെ ആരും വന്നില്ലേടാ എന്ന് ഹരീഷ് പറയുന്നത് കേട്ട് ടിറ്റോയും ഒരു കള്ളച്ചിരിയോടെ ചന്തുവിനെ നോക്കുന്നുണ്ട്. ആ തോമസ് ഏട്ടൻ്റെ MIT വന്നിരുന്നു, ഞാൻ റീസെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ 4-5 പഞ്ചർ കേസും വന്നിട്ടുണ്ട് എന്ന് ചന്തു പറയുമ്പോൾ പിന്നെ ഒരു 3 വണ്ടി ഫുൾ സർവീസിനും വന്നിട്ടുണ്ട് എന്ന് ടിറ്റോ പറയുമ്പോഴേക്കും പിന്നെ നീതു എന്ന് ചന്തു പറയുന്നത് കേട്ട് ഹരീഷ് പെട്ടെന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. വന്നിരുന്നു എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ വന്നില്ല, ദേ അതിലേ നടന്നു പോയി എന്ന് ചന്തുവും പറയുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കിയോ എന്ന് അവൻ ചോദിക്കുമ്പോൾ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്ന് ടിറ്റോയും പറയാണ്. അല്ലല്ല ഒരു തവണ നോക്കി എന്ന് ചന്തു പറയുമ്പോൾ ഒന്നും പറഞ്ഞില്ലേ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. ഇതെന്തൊരു കഷ്ട, മനുഷ്യനെ പണിയെടുക്കാനും സമ്മതിക്കില്ലേ എന്ന് ടിറ്റോ പറയുമ്പോൾ അത് കേട്ട് ചന്തുവും എന്താ ഹരീഷേട്ടാ അവൾ ഇങ്ങോട്ട് വരണമെന്ന് ഹരീഷേട്ടന് ആശയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആന കൊടുത്താലും കിളിയും ആശ കൊടുക്കരുത് എന്ന പാട്ട് ടിറ്റോയും പാടുന്നുണ്ട്. അപ്പോഴേക്കും ചന്തുവും ഹരീഷിന്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്ന് ഇത്രയേ ഉള്ളൂ ഹരീഷേട്ടാ മനുഷ്യന്റെ മനസ്സ്, ഇങ്ങോട്ട് തേടി വരുമ്പോൾ കണ്ടില്ല എന്ന് നടിക്കും, കാണാതാവുമ്പോൾ അങ്ങോട്ട് തേടി ചെല്ലും, എത്ര വിചിത്രല്ലേ എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും തേടി തേടി ഞാൻ അലഞ്ഞു, പാടി പാടി ഞാൻ തൊലഞ്ഞു എന്നൊരു പാട്ടും പാടി ടിറ്റോ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവൾ ഇങ്ങോട്ടൊന്നും വന്നില്ല ഹരീഷേട്ടാ. ഒരു കാമുകന്റെ മനസ്സിലെ വെപ്രാളം ഹരീഷേട്ടന്റെ മുഖത്ത് വൃത്തിയായി കാണായിരുന്നു, അതൊന്ന് ആളിക്കത്തിക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് ഗ്യാസ് കയറ്റിയതല്ലേ എന്ന് ചന്തു പറയുമ്പോൾ ടിറ്റോയും അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എഴുന്നേറ്റ് പോടാ അതവിടെ വെക്കേ എന്ന് പറഞ്ഞ് ഹരീഷ് അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ടിറ്റോയും അതവിടെ വെച്ച് അവിടെ പോയി ഒരു തൂണും ചാരി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും നീതു ദൂരെ നിന്ന് നടന്നു വരുന്നത് ടിറ്റോ കാണുന്നുണ്ട്. ദേ ആശാനെ അവൾ വരുന്നുണ്ട് എന്നവനോടായി പറഞ്ഞുകൊണ്ട് ഒരു മുഖം മാത്രം കണ്ണി ഒരു സ്വരം മാത്രം കാതിൽ എന്ന പാട്ടൊക്കെ പാടി നിൽക്കുകയാണ് ടിറ്റോ. നീതു അവരെ ശ്രദ്ധിക്കാതെ നടന്നു പോകുന്നത് കണ്ട് നടന്നു നീങ്ങി നീ അകലെ എന്ന പാട്ട് പാടാണ് ടിറ്റോ. അവൾ ഒരു നിമിഷം അവിടെ നിന്നുകൊണ്ട് ഹരീഷിനെ നോക്കി ആ റോഡ് ക്രോസ് ചെയ്ത് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൾ വരുന്നത് കണ്ട് തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ആശാൻ കൊതിക്കാറുണ്ടെന്നും എന്നൊക്കെ ടിറ്റോ ഹരീഷിനെ കളിയാക്കിക്കൊണ്ട് പാടുന്നുണ്ട്. അവന്റെ പാട്ട് കേട്ട് ഡാ എന്ന് വിളിച്ചുകൊണ്ട് ഹരീഷ് ടിറ്റോ നോക്കുമ്പോഴാണ് നീതു അങ്ങോട്ട് നടന്നു വരുന്നത് കാണുന്നത്. ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ വന്നേ എന്ന് ഹരീഷ് പറയുന്നത് കേട്ട് ഓഹോ അങ്ങനെയാണോ എന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. എൻ്റെ കുട്ടി, ഒരു പെൺകുട്ടിയോട് പറയാൻ പറ്റാത്ത അത്ര മോശം കാര്യങ്ങൾ ഇയാൾ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇത്രയൊക്കെ കേട്ടിട്ടും വീണ്ടും ഇവനെ തേടി വരാൻ കുട്ടിക്ക് നാണം മാനം ഉളുപ്പ് ഇതൊക്കെ ഇല്ലാതായി പോയോ എന്ന് ചന്തു ചോദിക്കുന്നത് കേട്ട് അതിനാരിവനെ കാണാൻ വന്നു, എൻ്റെ വീട്ടിൽ എന്നെ പെണ്ണ് കാണാൻ വന്നു, അതൊന്ന് ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി എന്ന് നീതു പറയുമ്പോൾ ഹരീഷും അവളെ ഒന്ന് കളിയാക്കിക്കൊണ്ട് ചിരിക്കുന്നുണ്ട്. അതിനിങ്ങനെ ചിരിക്കാനൊന്നുമില്ല, സുന്ദരികളായ പെൺകുട്ടികളുള്ള വീട്ടിൽ അതൊക്കെ സാധാരണയാ എന്നവൾ പറയുമ്പോൾ അത് സുന്ദരികളായ പെൺകുട്ടികളുള്ള വീട്ടിലല്ലേ എന്ന് ഹരീഷ് പറയുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് തരാനേ ഒരു 100 ആൾ വേറെയുണ്ട്, ഈ കരിയോയിൽ മോറൻ വേണ്ട എന്ന് നീതുവും പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്തുവും അല്ല കുട്ടി കഴിഞ്ഞ ആഴ്ച വരെ ഇവിടെ വന്നിരുന്നതല്ലേ, ഈ കല്യാണക്കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നുണ്ടായതൊന്നുമല്ല, നേരത്തെ വീട്ടിൽ കല്യാണം നോക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ, എൻ്റെ അച്ഛന് ശ്വാസം മുട്ടുമ്പോൾ ഓട്ടോ ഓടിക്കാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവൾ അബദ്ധം മനസ്സിലാക്കി ചമ്മലോടെ അല്ല ഓട്ടോ ഓടിക്കുമ്പോൾ ശ്വാസം മുട്ടൽ വരും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കണമെന്ന് അച്ഛനൊരു വാശി എന്ന് പറയുന്നത് കേട്ട് ഓ വീട്ടിലാകെ ഡാർക്ക് സീനാണല്ലോ എന്ന് ടിറ്റോയും പറയുന്നുണ്ട്. ഞാൻ വെറുതെ മനസ്സിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് നടക്കായിരുന്നു, ഇനിയിപ്പോൾ എന്തായാലും അത് വേണ്ടല്ലോ, അതുകൊണ്ട് ഞാനും ഓക്കെ പറഞ്ഞു എന്നവൾ പറയുമ്പോൾ ഓ വീണ്ടും ഡാർക്ക് ഡബിൾ ഡാർക്ക് എന്ന് ടിറ്റോയും പറയുന്നുണ്ട്. ചെറുക്കനെ ഇങ്ങനെ ഗ്രീസിലും കരിയോയിലും കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ പണിയേ എടുക്കേണ്ട, അത്ര കാശുള്ള വീട്ടിലെയാ എന്ന് നീതു പറയുമ്പോൾ ഓ അത്ര കാശുള്ള വീട്ടിലെ ചെറുക്കനാണല്ലോ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചന്ദ്രൻ്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വരുന്നത് എന്ന് ഹരീഷും പറയുന്നുണ്ട്. ഹരീഷേട്ടാ സൗന്ദര്യം ചിലപ്പോൾ ലാഭം മാത്രമല്ല ഭാഗ്യമായിട്ടും വരാറുണ്ട് എന്ന് ചന്തു പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കടാ ചെറുക്ക എന്ന് നീതുവും പറയാണ്. അത് മനസ്സിലാവണമെങ്കിലേ പെൺകുട്ടികളെ ആരാധിക്കുന്ന ഒരു മനസ്സ് വേണം എന്ന് നീതു ഹരീഷിനോടായി പറയുന്നത് കേട്ട് ആശാൻ അതില്ല എന്ന് ടിറ്റോയും പറയുന്നുണ്ട്. ബോറടിക്കാനായി മാത്രമേ ചെറുക്കൻ ജോലിക്ക് പോകുന്നുണ്ട്, കപ്പലിലെ ക്യാപ്റ്റനാ, 6 മാസം കടലിലും 6 മാസം കരയിലും എന്ന് നീതു പറയുന്നത് കേട്ടെ അപ്പോൾ പിന്നെ ചെറുക്കനെ 6 മാസം ബോറടിച്ചാൽ മതിയല്ലോ, ബാക്കി 6 മാസം കടലിൽ സുഖമായിട്ട് ജീവിക്കാലോ എന്ന് ഹരീഷും പറയുന്നുണ്ട്. ഇയാളെ കെട്ടിയിരുന്നെങ്കിലേ ഞാൻ വർഷം മുഴുവൻ ബോറടിച്ച് മരിച്ചേനെ, നമ്മളെ വേണ്ടാത്തവരെ ചിന്തിച്ച് നമ്മളെന്തിനും സമയം കളയണം അല്ലേ ചന്തു എന്നവൾ ചോദിക്കുമ്പോൾ എക്സാക്ട്ലി എന്ന് ചന്തുവും പറയുന്നുണ്ട്. അല്ല നീതു ഇതൊക്കെ സത്യമാണോ എന്ന് ചന്തു ചോദിക്കുമ്പോൾ നീ സംശയമുണ്ടെങ്കിലേ എൻ്റെ അച്ഛനോട് പോയി ചോദിച്ചു നോക്ക്, ചെറുക്കനെ ഇപ്പോൾ കരയില്ല, കടലിലേക്ക് പോകുന്നതിന് മുന്നേ കല്യാണം നടത്തും, ഞാൻ എല്ലാവരെയും വിളിക്കുന്നുണ്ട് എന്നവൾ പറയുന്നത് കേട്ട് ചന്തുവും ടിറ്റോയും ഹരീഷും ഒക്കെ ടെൻഷനോടെ അവളെ നോക്കുന്നുണ്ട്. സംശയിക്കണ്ട, ഇപ്പോഴാ എൻ്റെ നിലയും വിലയും എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായത്, വെറുതെ ഞാൻ കുറേ സമയം കളഞ്ഞ് ഇവിടെ വന്ന് നാണം കെട്ടതിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു, അതിലൊന്നും പകരം വീട്ടാതെ ഈ നീതു അടങ്ങില്ല, കല്യാണം കഴിഞ്ഞിട്ടേ
ഒരു സൂപ്പർ ബൈക്ക് വാങ്ങി ഞാനും ചെറുക്കനും കൂടി കെട്ടിപ്പിടിച്ച് ഈ വഴിക്ക് പോവും. അപ്പോൾ അത് നോക്കി ചിലരൊക്കെ വായും പൊളിച്ചിരിക്കും. അപ്പോൾ പരികർമ്മികളിൽ ഒരാൾ ആ വായൊന്ന് അടച്ചു കൊടുക്കണം, ഈച്ച കയറാതിരിക്കുക എന്നും പറഞ്ഞ് അവൾ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ചന്തുവും പെട്ടെന്ന് ഹരീഷിൻ്റെ അടുത്ത് പോയി ആശ്വസിപ്പിക്കുമ്പോൾ ഒന്ന് പോടാ എന്നും പറഞ്ഞ് ഹരീഷും പുറത്തേക്ക് എഴുന്നേറ്റ് പോയി അവളെ നോക്കി നിൽക്കുന്നുണ്ട്. നീതുവും ഇത്തിരി വേദനിക്കട്ടെ കഴുത എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. നീതുവിനെ ടെൻഷനോടെ നോക്കി നിൽക്കുന്ന ഹരീഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിൽക്കുടിൻ്റെ ബാക്കി വിഷയം